Seconds OT and DT anatomy and physiology unit 4 ആണ് ഇതിന്റെ ലാസ്റ്റ് യൂണിറ്റ് ആണ് ഇത്. Question on central nervous system consists of CNS central പോർഷനിലുള്ള nervous system ആണ്. അതിന് ബ്രെയിനും സ്പൈനൽ കോഡും ആണ്. ആൻസർ ബി ആണ്. ലാർജസ്റ്റ് പാർട്ട് ഓഫ് ബ്രെയിനിലെ ഏറ്റവും പുറത്തുള്ള വലിയ പോർഷൻ എന്ന് പറയുന്നത് സെരിബ്രമാണ്. ആൻസർ ബി ആണ്. ബ്രെയിൻ ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ ബ്രെയിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന സ്കളാണ്, ബോണിനെയാണ് സ്കൾ എന്ന് പറയുന്നത്. ആൻസർ ബി ആണ്. സ്പൈനൽ കോഡ് ഈസ് ലൊക്കേറ്റഡ് ഇൻ സ്പൈനൽ കോഡ് നമ്മൾ ബാക്കിൽ വെർട്ടിബ്രയ്ക്കകത്താണ് ഇരിക്കുന്നത്. പല വെർട്ടിബ്രയും ചേരുമ്പോൾ ഉണ്ടാകുന്ന കനാലിനാണ് വെർട്ടിബ്രൽ കനാൽ എന്ന് പറയുന്നത്. ആൻസർ ബി ആണ്. ന്യൂറോൺ എന്ന് പറയുന്ന നെർവസ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സെല്ലാണ് ന്യൂറോൺ. അപ്പം ആൻസർ ബി ആണ്, നെർവ് സെൽ. സെറിബെല്ലം എന്ന് പറയുന്നത് ബാലൻസിനെ കൺട്രോൾ ചെയ്യുന്നതാണ്. ആൻസർ ബി ആണ്. മെഡില നമ്മളുടെ വൈറ്റൽ ഫങ്ഷൻസിനെ റെസ്പിറേറ്ററി റേറ്റ്, ഹാർട്ട് റേറ്റ് കൺട്രോൾ ചെയ്യുന്ന മെഡില എന്നാണ്. ആൻസർ ബി ആണ്. റിഫ്ലെക്സ് ആക്ഷൻ മീൻസ് പെട്ടെന്നൊരു നമ്മൾ റെസ്പോണ്ട് ചെയ്യണമെങ്കിൽ അത് സ്പൈനൽ കോഡ് വഴിയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പം ഉദാഹരണത്തിന് ഇപ്പം കയ്യിൽ ചൂട് കിട്ടുമ്പോൾ കൈ നമ്മൾ പുറകോട്ട് വലിക്കുന്നു, അതിന് റിഫ്ലെക്സ് ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പം അത് സ്പൈനൽ കോഡിൽ തന്നെയാണ് ആക്ഷൻ നടക്കുന്നതാണ്. അപ്പോൾ ആൻസർ ബി ആണ്, സ്പൈനൽ കോഡ്. ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ബ്രെയിനിൻ്റെ ബേസിക് യൂണിറ്റ് എന്താണ്? ബ്രെയിൻ അല്ലെങ്കിൽ നെർവസ് സിസ്റ്റത്തിൻ്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂറോൺ ആണ്. ആൻസർ ബി ആണ്. ഇമ്പൾസ് ട്രാൻസ്മിഷൻ നെർവിൽ നിന്ന് മസിലിലേക്കുള്ള ട്രാൻസ്മിഷനാണ് ഇമ്പൾസ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. അത് ജംഗ്ഷനിലാണ്. ചിലപ്പം നെർവിൽ നിന്ന് നെർവ് ആയിരിക്കാം, നെർവിൽ നിന്ന് മസിലും ആയിരിക്കാം. അപ്പോൾ ആ ജംഗ്ഷൻ നമ്മൾ പറയുന്നത് സിനാപ്സ് എന്ന് പറയും. അപ്പം ഇതിനകത്ത് ആൻസർ എ ആണ്. രണ്ട് നെർവിൻ്റെ ഇടയ്ക്കുള്ള ട്രാൻസ്മിഷനാണ് ചോദിക്കുന്നത്. ആൻസർ എ ആണ്, സിനാപ്സ്. പ്രൈമറി മെയിൽ സെക്സ് ഓർഗൻ്റെ പ്രൈമറി ഓർഗൻ അത് ടെസ്റ്റിസ് ആണ്. അവിടെ നിന്നാണ് സ്പേം ഉണ്ടാകുന്നത്. ആൻസർ ബി ആണ്. പ്രൈമറി ഫീമെയിൽ സെക്സ് ഓർഗൻ ഓവറി ആണ്. ആൻസർ ബി ആണ്. മെയിൽ സെക്സ് ഓർഗനിൽ ഉണ്ടാകുന്നത് മെയിൽ ഗമേറ്റ് ആണ്, അത് സ്പേം ആണ്. ആൻസർ ബി ആണ്. ഫീമെയിൽ ഗമേറ്റ് ഓവറിന്നുണ്ടാകുന്ന ഓവമാണ്. ആൻസർ ബി ആണ്. ഫെർട്ടിലൈസേഷൻ നടക്കുന്ന എവിടെയാണ്? ഫെലോപ്പിയൻ ട്യൂബിലാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. സ്പേമോ എഗ്ഗും ഫ്യൂസ് ചെയ്യുന്നതാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ സി ആണ്. സെക്കൻഡറി മെയിൽ സെക്സ് ഓർഗൻ ഇതാണ്, പ്രോസ്ട്രേറ്റ് ആണ്. അപ്പോൾ അത് റിപ്രൊഡക്ഷന് സഹായിക്കുന്ന ഒരു ഓർഗനാണ്. ആൻസർ ബി ആണ്. സെക്കൻഡറി ഫീമെയിൽ സെക്സ് ഓർഗൻ ഓവറി യൂട്രസ് വഴിയാണ്. ആൻസർ ഡി ആണ്. എല്ലാം റിപ്രൊഡക്ഷന് സഹായിക്കുന്ന ഓർഗൻസ് ആണ്. അപ്പോൾ ആൻസർ ഡി ആണ്. യൂട്രസ് ഈസ് സൈറ്റ് ഓഫ് ഫീറ്റൽ ഡെവലപ്മെന്റ്. യൂട്രസിലാണ് കുഞ്ഞ് ഡെവലപ്പ് ആവുന്നത്. ആൻസർ ബി ആണ്, സൈറ്റ് ഓഫ് ഫീറ്റൽ ഡെവലപ്മെന്റ്. മെൻസ്ട്രൽ സൈക്കിൾ ലെങ്ത്, പീരീഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് സാധാരണ 28 days ആണ്. ആൻസർ സി ആണ്. ടെസ്റ്റോസ്റ്റെറോൺ ഈസ് സെക്രീറ്റഡ് ബൈ ടെസ്റ്റോസ്റ്റെറോൺ ഉണ്ടാകുന്നത് ടെസ്റ്റിസിൽ നിന്നാണ്, മെയിൽ സെക്സ് ഹോർമോൺ ആണ്. ആൻസർ ബി ആണ്. ഈസ്ട്രോജൻ ഈസ് സെക്രീറ്റഡ് ബൈ ഈസ്ട്രോജൻ ഉണ്ടാകുന്നത് ഓവറിയിൽ നിന്നാണ്. ആൻസർ ബി ആണ്, ഫീമെയിൽ ഹോർമോൺ ആണ്. എൻഡോക്രൈൻ ഗ്ലാൻഡ് സെക്രീറ്റ്സ്. എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ബ്ലഡിലേക്ക് ഹോർമോൺ കടത്തിവിടുന്ന ഗ്ലാൻഡാണ് എൻഡോക്രൈൻ ഗ്ലാൻഡ്. അപ്പം അത് റിലീസ് ചെയ്യുന്ന ഹോർമോൺസ് ആണ്. ആൻസർ ബി ആണ്. എക്സോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകിച്ച് ഗ്ലാൻഡിൻ്റെ സ്ട്രക്ചർ ഉണ്ടാവും, അത് ട്യൂബ് ഉണ്ടാവും, അതിൽ കൂടെയാണ് അത് പുറത്തേക്ക് സെക്രീഷൻസ് വിടുന്നത്. ഡയറക്റ്റ് ബ്ലഡിലേക്ക് കടത്തി വിടുന്നതല്ല. അപ്പം അതിൻ്റെ എക്സാമ്പിൾ എൻസൈംസ് ആണ്. ആൻസർ ബി ആണ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് മെയിൻ എൻഡോക്രൈൻ ഗ്ലാൻഡാണ്, മാസ്റ്റർ ഗ്ലാൻഡ്. ആൻസർ ബി ആണ്. തൈറോയ്ഡ് ഗ്ലാൻഡ് റെഗുലേറ്റ്സ്. തൈറോയ്ഡ് ഗ്ലാൻഡ് മെറ്റബോളിസത്തിനെ കൺട്രോൾ ചെയ്യുന്നു. അത് ബോഡിക്കകത്തുള്ള മൊത്തത്തിലുള്ള കെമിക്കൽ റിയാക്ഷൻസിന് സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും സഹായിക്കുന്ന തൈറോയ്ഡ് ഗ്ലാൻഡാണ്. ആൻസർ ബി ആണ്. തൈറോയ്ഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് തൈറോക്സിൻ.
ഇൻസുലിൻ കൺട്രോൾസ്. ഇൻസുലിൻ എന്താണ് കൺട്രോൾ ചെയ്യുന്നത്? ബ്ലഡിൻ്റെ അകത്തുള്ള ഷുഗറിൻ്റെ അളവിനെ കൺട്രോൾ ചെയ്യുന്നത്. ആൻസർ ബി ആണ്. അഡ്രിനൽ ഗ്ലാൻഡ് സീക്രറ്റ്സ്. അഡ്രിനൽ ഗ്ലാൻഡ് എന്താ ഉണ്ടാക്കുന്നത്? അഡ്രിനാലിൻ ഒരുപാട് ഹോർമോൺസ് ഉണ്ടാക്കും. അതിൽ മെയിൻ ഒരു ഹോർമോൺ ഇതിനകത്ത് അഡ്രിനാലിനാണ്. ആൻസർ ബി ആണ്. പാൻക്രിയാസ് എൻഡോക്രൈനാണ്, എക്സോക്രൈനാണ്. എൻസൈംസും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഹോർമോണും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആൻസർ സി ആണ്. ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇൻസുലിൻ ആണ്. അപ്പോൾ ഡ്യുവൽ ഫംഗ്ഷൻ ആണ്. അപ്പോൾ ആൻസർ സി ആണ്. ഹോർമോൺ ആക്ട്സ് ഓൺ. ഹോർമോൺ എവിടെ ആക്ട് ചെയ്യുന്നത്? അതിന് സ്പെസിഫിക് ആയിട്ടുള്ള സെല്ലുള്ള അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. ആൻസർ ബി ആണ്. ടാർഗറ്റ് സെൽസ്. FSH ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണ്. അത് സെക്രീറ്റ് ചെയ്യുന്നത് പിറ്റ്യൂട്ടറി ആണ്. അത് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ഉള്ള ഹോർമോണാണ്. അത് ഓവറിയിലാണ് ആക്ട് ചെയ്യുന്നത്. സെക്രീറ്റ് ചെയ്യുന്നത് പിറ്റ്യൂട്ടറിയിലാണ്. LH ലൂട്ടിനൈസിങ് ഹോർമോൺ. അത് ഓവറിയിൽ എഗ് റെഡി ആകുമ്പോൾ ഓവുലേഷന് സഹായിക്കുന്ന ഹോർമോണാണ് LH. അപ്പോൾ ആൻസർ ബി ആണ്. പ്രൊജസ്ട്രോൺ പ്രിപ്പയർസ്. പ്രൊജസ്ട്രോൺ എന്തിനെ പ്രിപ്പയർ ചെയ്യുന്നത്? പ്രഗ്നൻസിക്ക് വേണ്ടിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം യൂട്രസിനെ റെഡിയാക്കുന്നത് പ്രൊജസ്ട്രോൺ ആണ്. ആൻസർ ബി ആണ്. സെമാനൽ ഫ്ലൂയിഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ. സെമാനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് സ്പേമിന് കൂടെയുള്ളൊരു ഫ്ലൂയിഡാണ്. അപ്പോൾ അത് ഉണ്ടാവുന്നത് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിനാണ്. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിനകത്താണ് ഫ്ലൂയിഡ് ഉണ്ടാവുന്നത്. എന്നിട്ട് സ്പെർമുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് സെമൻ ഫോം ചെയ്യുന്നത്. അപ്പോൾ ആൻസർ ബി ആണ്. The penis is a secondary organ. Male സെക്സ് ഓർഗൻ ആണ്. ആൻസർ ബി ആണ്. സെർവിക്സ് കണക്ട്. സെർവിക്സ് എന്ന് പറയുന്നത് യൂട്രസിൻ്റെ ഫസ്റ്റ് പാർട്ടാണ്. അപ്പോൾ അത് വജൈനയ്ക്കകത്തിരിക്കുന്നു. അപ്പോൾ ആൻസർ ബി ആണ്. യൂട്രസ് ടു വജൈന. The vagina is a birth canal. ആൻസർ ബി ആണ്. സ്പൈനൽ കോഡ് ട്രാൻസ്മിറ്റ്. സ്പൈനൽ കോഡിൽ എന്താ ചെയ്യുന്നത്? നെർവ്സിൽ നിന്നൊരു ഇമ്പൾസ് കളക്ട് ചെയ്തിട്ട് ബ്രെയിനിലേക്ക് വിടുന്നു. അതേസമയത്ത് ബ്രെയിനിലുള്ള ഇമ്പൾസ് താഴേക്കും വിടുന്നു. അപ്പം സെൻസറി, മോട്ടോർ എല്ലാം ഇമ്പൾസസ് സ്പൈനൽ കോഡ് വഴി പോകുന്നു. അപ്പോൾ ആൻസർ ബി ആണ്. ഇമ്പൾസസ്. ഗ്രേ മാറ്റർ കണ്ടെയ്ൻസ്. ബ്രെയിനകത്ത് രണ്ട് മാറ്റർ ഉണ്ട്. ഗ്രേ മാറ്ററും വൈറ്റ് മാറ്ററും ഉണ്ട്. അപ്പോൾ ആൻസർ ബി ആണ്. സെൽ ബോഡീസ്. വൈറ്റ് മാറ്റർ കണ്ടെയ്ൻസ്. വൈറ്റ് മാറ്റർ എന്ന് പറയുമ്പോൾ സെല്ലിൻ്റെ ബോഡിയില്ല, സെല്ലിൻ്റെ അതിൻ്റെ ഫൈബറാണ്. മൈലിനേറ്റഡ് ഫൈബറാണ്. അതിന് ആക്സോൺ എന്നും പറയും. ആൻസർ ബി ആണ്. ഓട്ടോണമിക് സിസ്റ്റം കൺട്രോൾസ്. ഓട്ടോണമിക് മീൻസ് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള സിസ്റ്റംസ് എല്ലാം കൺട്രോൾ ചെയ്യുന്ന ഓട്ടോണമിക് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം ഇൻവോളണ്ടറി ആയിട്ടുള്ള ആക്ഷൻസ് അത് കൺട്രോൾ ചെയ്യും. നമ്മൾ കൺട്രോൾ ഇല്ലാത്ത ചില കാര്യങ്ങൾ അതാണ് കൺട്രോൾ ചെയ്യുന്നത്. ആൻസർ ബി ആണ്. സിമ്പത്തറ്റിക് സിസ്റ്റം കോസസ്. സിമ്പത്തറ്റിക് സിസ്റ്റം നമ്മൾ എമർജൻസിക്ക് റെസ്പോണ്ട് ചെയ്യുന്ന സിസ്റ്റമാണ് സിമ്പത്തറ്റിക് സിസ്റ്റം. അപ്പം അത് എന്തെങ്കിലും അപകടം വരുമ്പോഴാണ് അത് ആക്ടിവേറ്റ് ആവുന്നത്. അപ്പോൾ ആൻസർ ബി ആണ്. ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്. പാരസിമ്പറ്റിക് കോസസ്. പാരസിമ്പറ്റിക് നമ്മളുടെ റിലാക്സ് ചെയ്യുന്ന സിസ്റ്റമാണ്. അപ്പോൾ ആൻസർ ബി ആണ്. റിലാക്സേഷൻ. ഹോർമോൺ ആക്ഷൻ ഇസ് ലോവർ ദാൻ. ഓക്കെ, നമ്മൾ ആക്ഷൻ, നെർവിൻ്റെ ആക്ഷൻ പെട്ടെന്നാണ്. കാരണം ഇലക്ട്രിക് ആക്ടിവിറ്റിയാണ്, കറണ്ട് വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പെട്ടെന്ന് ആക്ഷൻ കിട്ടുന്നത് നെർവ് വഴിയാണ് ആക്ഷൻ. ഹോർമോൺ എന്ന് പറയുമ്പോൾ ബ്ലഡ് വഴി ഹോർമോൺ സഞ്ചരിച്ച് അതിൻ്റെ ലൊക്കേഷൻ ചെന്നിട്ട് വർക്ക് ചെയ്യുന്നതാണ് ഹോർമോൺ ആക്ഷൻ. അപ്പോൾ ഹോർമോൺ ആക്ഷൻ നെർവിനെക്കാട്ടി എപ്പോഴും സ്ലോ ആയിരിക്കും. നെർവ്സ് ഫാസ്റ്റ് ആണ്. അപ്പോൾ ആൻസർ എ ആണ്. ഹൈപ്പോതലാമസ് ലിങ്ക്സ്. ഹൈപ്പോതലാമസ് എവിടെയാണ്? ബ്രെയിൻ്റെ താഴെയുള്ള ഒരു പോർഷനാണ് ഹൈപ്പോതലാമസ്. അപ്പോൾ അതിൻ്റെ താഴെയാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഉള്ളത്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ് മാസ്റ്റർ എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ബ്രെയിൻ്റെ ഇടയ്ക്കുള്ള കണക്ഷനാണ് ഹൈപ്പോതലാമസ്. അപ്പം ആൻസർ എ ആണ്. ബ്രെയിൻ ആൻഡ് എൻഡോക്രൈൻ. മെലാറ്റോണിൻ റെഗുലേറ്റ്സ്. മെലാറ്റോണിൻ നമ്മൾ സ്ലീപ്പിനെ കൺട്രോൾ ചെയ്യുന്ന ഹോർമോണാണ്. ആൻസർ ബി ആണ്. സ്ലീപ്പ് സൈക്കിൾ ഉണ്ടാവും. സ്ലീപ്പ് സൈക്കിൾ റെഗുലേറ്റ് ചെയ്യുന്നത് മെലാറ്റോണിൻ ആണ്. ഓക്സിറ്റോസിൻ കോസസ്. ഓക്സിറ്റോസിൻ യൂട്രസിൽ കോൺട്രാക്ട് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഓക്സിറ്റോസിൻ. ഇപ്പോൾ ഡെലിവറി സമയത്ത്
ഓക്സിറ്റോസിൻ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ആൻസർ ബി ആണ്, ലേബർ കോൺട്രാക്ഷൻ. എക്സോക്രൈൻ സെക്രീഷൻ സാമ്പിൾ. എക്സോക്രൈൻ സെക്രീഷൻ എക്സാമ്പിൾ എന്താണ്? ബി ആണ്, സ്വെറ്റ്. നമ്മൾ സ്വെറ്റ് ഗ്ലാൻസിൽ നിന്ന് വരുന്നതെല്ലാം എക്സോക്രൈൻ ഗ്ലാൻഡുകളാണ്. ഇൻസുലിൻ പാൻക്രിയാസിൽ നിന്ന്, തൈറോക്സിൻ തൈറോയ്ഡ് ഗ്ലാൻഡിൽ നിന്ന്, ഈസ്ട്രോജൻ ഓവറിൽ നിന്നാണ്. ഇതെല്ലാം എൻഡോക്രൈൻ ആണ്. അതിനകത്ത് ഡയറക്റ്റ് ബ്ലഡിലേക്ക് ഹോർമോൺ റിലീസ് ആവുകയാണ്. എക്സോക്രൈൻ എന്ന് പറയുമ്പോൾ ഡക്റ്റ് വഴിയാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ ബി ആണ്, സ്വെറ്റ് ഗ്ലാൻഡ്. എൻഡോക്രൈൻ സെക്രീഷൻ എന്ന് വെച്ചാൽ ഡക്റ്റ് ഇല്ലാത്ത ഗ്ലാൻഡാണ്. അപ്പോൾ ഇതിനകത്ത് ആൻസർ ഇൻസുലിൻ ആണ്, സി ആണ്. നെർവസ് സിസ്റ്റം കൺട്രോൾ. നെർവസ് സിസ്റ്റം കൺട്രോൾ എന്ന് വെച്ചാൽ വളരെ ഫാസ്റ്റായിട്ടാണ് റെസ്പോണ്ട് ചെയ്യുന്നത് നെർവസ് സിസ്റ്റം. ആൻസർ ബി ആണ്. യൂട്രസ് ഫംഗ്ഷൻ റിപ്രൊഡക്ഷൻ ആണ്. ആൻസർ ബി ആണ്. ഈ എസ് എ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് ഇതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾ സ്റ്റഡി മെറ്റീരിയലിൽ നിന്ന് എടുത്തിട്ട് അത് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. താങ്ക് യു വെരി മച്ച്.